ദിവസത്തിന്റെ പ്രത്യേകത വിഷ്ണുവിന് ദിവസത്തെ പ്രത്യേകത എന്താണോ? എന്തോ ഒരു പ്രത്യേകതയില്ലേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയില്ലേ വിഷ്ണുവിനെ അറിയാതെ പറഞ്ഞോ ഒന്നും നോക്കണ്ട പറഞ്ഞോ. എന്താണത്? അത് പറയാൻ ഞാൻ വിഷ്ണു പറയടാ. പെട്ടെന്ന് ഭീകരവാദികളെ പോലെ വിഷ്ണു എന്താ പറയാ അപ്സര, നമ്മളല്ല അപ്സര മാത്രം. നമ്മളെപ്പോഴും നമ്മൾ കലാകാരന്മാരുടെ ഒരു കാര്യം എന്താ പറയുക, നമുക്കെപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് വേണ്ടപ്പെട്ട പല കാര്യങ്ങളും പ്രത്യേകിച്ച് കുടുംബപരമായിട്ടാണെങ്കിലും അല്ലാതെയൊക്കെ തന്നെ പേഴ്സണലി ചില ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കും. കാരണം നമ്മുടെ ഒരു ലക്ഷ്യമേ അതാണ്. നമ്മുടെ കലാകാരന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ മനസ്സിൽ സങ്കടങ്ങളും ഉണ്ടെങ്കിൽ പലപ്പോഴും മാറ്റി വെക്കാറുണ്ട്. നമ്മൾ എത്തപ്പെടാൻ പറ്റുന്ന ചില ഫംഗ്ഷൻസ് ഉണ്ടാവും, ഒക്കെ നമ്മൾ മാറ്റി വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. പക്ഷെ വിഷ്ണുവിന് നമുക്ക് എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. അതോടൊപ്പം തന്നെ വിഷ്ണുവിന്റെ പപ്പയ്ക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. കാരണം അദ്ദേഹം ഇന്ന് റിട്ടയർ ആവുകയാണ്. എന്റെ അച്ഛൻ റിട്ടയർ ആവുകയാണ്. അതെ. അച്ഛൻ എവിടെയാ വർക്ക് ചെയ്യുന്നത്? അച്ഛൻ വൈലയില്. അച്ഛന്റെ പേരെന്താണ്? അച്ഛന്റെ പേര് ജോഷി, വിഷ്ണു ജോഷിയിലെ ജോഷി അച്ഛനാണ്. അച്ഛനൊരു ഷൗട്ട് ഔട്ട്. വൈല ചോണ്ട തൊഴിലാളിയാണ്. പുള്ളി ഇന്ന് റിട്ടയർ ആവുകയാണ്. സോ ഇന്ന് അവിടെ നിൽക്കേണ്ടതായിരുന്നു ഞാൻ. അപ്പൊ നമ്മുടെ ഡേറ്റും ഇതും കാര്യങ്ങളും വന്നതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പൊ ഞാൻ വീട്ടിലോട്ട് വിളിച്ചു, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞ റെസ്പോൺസ്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരും, നീ അങ്ങോട്ടേക്ക് സ്പീക്കർ. ആദ്യം അമ്മേനോടാണ് സംസാരിച്ചത്. ഞാൻ പോകുന്നു. അപ്പൊ അമ്മ ചോദിച്ചു, കഴിഞ്ഞ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു അടുത്ത ഷൂട്ട് എപ്പോഴാണ്. ഞാൻ പറഞ്ഞു പോണില്ല. എന്താ കാര്യം? ഇല്ല പോയാൽ ശരിയാവില്ല. എന്താ? അച്ഛന്റെ ഫംഗ്ഷൻ ഇങ്ങനെ നടക്കുമ്പോ എങ്ങനെ പോവാൻ പറ്റുകയല്ലേ എന്നുള്ള രീതി ചോദിച്ചപ്പോഴേക്കും, അതിന് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്ന, നീ അങ്ങോട്ടേക്ക് പോയി, ഞങ്ങൾക്ക് അത് കണ്ടാ മതി. അപ്പൊ സ്പീക്കറിലിട്ട് അച്ഛനും പറയാണ്, അവനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറ പൊക്കോളാൻ. അത്രയ്ക്ക് പ്രശ്നമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ എന്നിട്ട് ചേട്ടനെ വിളിച്ചു, അമ്മയച്ഛൻ എങ്ങനെയാണ് പറയണത്? അത് ഞാനല്ല അവരോട് പറഞ്ഞത്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന്. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ എത്ര വർഷമായിട്ട് തൊഴിലാളിയാണ്? അച്ഛൻ വർഷക്കണക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ നീ ജനിക്കുന്ന തൊട്ട് വിഷ്ണു അതില്ല, ഒരു കുറച്ചധികം വർഷമായിട്ട് അച്ഛൻ ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷേ ചുരുക്കം പറഞ്ഞ ഈ കാണുന്ന മസിലൊക്കെ അച്ഛന്റെ അധ്വാനമാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചെലവ് വിഷ്ണുവിന്റെ വക. ഈ ഒരു എപ്പിസോഡ് അവർ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് വിഷ് ചെയ്തേക്ക്. എല്ലാരും വിഷ് ചെയ്താൽ അവർക്ക്. തീർച്ചയായിട്ടും. അച്ഛന്റെ പേര് ജോഷി, അമ്മയുടെ പേര് അമുദ, ചേട്ടന്റെ പേര് അർജുൻ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുന്നത്, വലിയ സന്തോഷമുണ്ട്. ക്ഷമാപണോ നടത്തിയേക്കെ ഞാനിവിടെ. ശരിയാണ്, തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രിയപ്പെട്ട വിഷ്ണുവിനെ ഇന്നത്തെ ദിവസത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നതിന് ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം നമുക്കറിയാം ഒരു 100 പേരടങ്ങുന്ന ഒരു ക്രൂ ആണ് ഇതിന് പിന്നിലുള്ളത്. അപ്പോൾ ഒരാൾ വരാതിരുന്നാലുള്ള ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അച്ഛൻ്റെ ഈ ചടങ്ങിൻ്റെ ഭാഗമാകാതെ ഞങ്ങൾക്ക് വേണ്ടി വിട്ടുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങേക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ ദീർഘായുസ് തരട്ടെ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അതാണ് എപ്പോഴും ഈ മകനോട് ക്ഷമിക്കൂ. ഇല്ല, ഞങ്ങളുടെ ഫാമിലി ഇത് അറിയാം, കോമഡി ആയിട്ട് പറയണെന്ന് അറിയാം. അതുകൊണ്ട് ചില്ലാണ് ഞങ്ങള്. പോയല്ലോ, സന്തോഷം. അങ്ങനൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇരിക്കും. താങ്ക് യു ഡാഡി. ഇവൻ ഇത് ചളമാക്കും അല്ലേ?